സകലവേദ വചോഭിരംഭ യദ്വിഷ്ണുരപ്യഖിലലോകവിവേകകർത്ത നിദ്രാവശം ജഗവിദ പുരുഷോത്തമോദ്യ കോ വേദത്തെ ജനനി മോഹവിലാസലീലാം മൂഢോസ്മ്യകം ഹരിരയം യുവശ്ചേവേ ഈ തൃക്തയ സകലഭൂതമനോനിവാസേ വിത്വത്തമോ വിവിധ കോടിഷുകൾ സാഖ്യാ വദന്തി പുരുഷം പ്രകൃതിം ജയാന്താം ചൈതന്യഭാരരഹിതം ജഗതശ്ച കർത്രീം കിം താദൃശാസി കഥമത്ര ജഗന്നിവാസശ്ചൈതന്യതാ വിരഹിതോ വാഹിതസ്ത്വയാദ്യ വിഹിതസ്ത്വയാദ്യ നാട്യം തനോഷി സഗുണവിവിധ പ്രകാരം നോവേത്തി കോപി തവ കൃത്യവിധാനയോഗം ധ്യായന്തിയാം മുനിഗണ നിയതന്ത്രികാലം സന്ധ്യേതി നാമ പരികൽപ്യ ഗുണാൻ ഭവാനി ബുദ്ധിഹി ബോധകരണ ജഗതം സദാത്വ ശ്രീശ്ചാസി ദേവി സതതം സുഖദാ സുരാണ കീർത്തിസ്തധാമതിഭൃതോ കില കാന്തിരേവ ശ്രദ്ധാരതിശ്ച സകലേഷു ജനേഷു മായ നാദപരം കില വിതർക്കശതൈഃ പ്രമാണം പ്രാപ്തം മയായധിക ദുഃഖഗതിം ഗതേന തുഞ്ചാത്ര സർവജഗദഞ്ജലിനീതി സത്യം നിദ്രാലുതം വിധരത ഹരിണാത്ര ദൃഷ്ടം ത്വം ദേവി വേദവിദുഷാമപി ദുർവിഭാവ്യ വേദോപി നൂനമഖിലാർത്ഥതയാ ന വേദ യസ്മാത് ത്വദുദ്ഭവമസൗ ശ്രുതിരാപ്നുവാന പ്രത്യക്ഷമേവ സകലം തവ കാര്യാന്യേത കസ്തേ ചരിത്രമഖിലം ഭവിവേദ ധീമ നാഹം ഹരിർന്ന ച ഭവോ ന സുരാസ്തദാന്യേ ജ്ഞാതും ക്ഷമാശ്ച മുനയോ ന മമാത്മജാശ്ച ദുർവാച്യ ഏവമതിമാ തവ സർവലോകേ യജ്ഞേഷു ദേവി യതി നാമ ന തേ വദന്തി സ്വാഗേതി വേദവിദുഷോ അവനേ കൃതേപി ന പ്രാപ്നുവന്തി സതതം മഖഭാഗധേ ദേവാസ്ത്വമേവ വിബുധേഷ്വവിഭക്തിദാസി ത്രാതാഭയം ഭഗവതി പ്രഥമം ത്വയാ വൈ ദേവാദി സംഭവ ഭയാദധുനാ തഥൈവ ഭീതോസ്മി ദേവി വരദേ ശരണം ഗതോസ്മി ഘോരം നിരീക്ഷ്യ മധുനാ സകൈടഭം ച നോ വേത്തി വിഷ്ണുരധുനാ മമ ദുഃഖമേതൽ ജാനേ ത്വയാത്മവിശ വിവശീകൃതദേഹയഷ്ടി മുഞ്ചാതിദേവമഥവാ ജഗിദാനവേന്ദ്രൗ യദ്രോചത്തെ തവ കുരുഷ മഹാനുഭാവേ ജാനന്തി യേന തവ ദേവി പരം പ്രഭാവം ധ്യായന്തി തേ കരികരാവപി മന്ദചിത്താഃ ജ്ഞാതം മയാദ്യ ജനനി പ്രകടം പ്രമാണം യദ്വിഷ്ണുരത്യതിതരാം വിവശോധസേതേ സിന്ധോദ്ഭവാപി ന ഹരി പ്രതിബോധിതും വൈ ശക്താപതിം തവ വശാനുഗമദ്യ ശക്ത്യാ മന്യേ ത്വയാ ഭഗവതി പ്രസവം രമാപി പ്രസ്വാപിതാ ന ബുബുധേ വിവശീകൃതേവ ധന്യാസ്തയേവ ഭുവി ഭക്തിപരാസ്തവാംഘ്രൗ ത്യക്ത്വാന്യദേവ ഭജനം ത്വയി ലീനഭാവാഃ കുർവന്തി ദേവി ഭജനം സകലം നികാമം ജ്ഞാത്വാ സമസ്തജനനീം കില കാമധേനും ധീകാന്തി കീർത്തി ശുഭവൃത്തിഗുണാദയസ്തേ വിഷ്ണോർഗുണാസ്തു പരിഹൃത്യ ഗതാ ക്വചാദ്യ ബന്ധീകൃതോ കരിരസോ നനു നിദ്രയാത്ര ശക്ത്യാ തവൈവ ഭഗവത്യതിമാനവത്യാ ത്വം ശക്തിരേവ ജഗദാമഖില പ്രഭാവാ ത്വം നിർമ്മിതം ച സകലം ഖലു ഭാവമാത്രം ത്വം ക്രീഡസേ നിജ നിർമ്മിതമോഹജാലേ നാട്യേ യഥാ വികരതേ സ്വകൃതേന വിഷ്ണുസ്ത്വയാ പ്രകടിത പ്രഥമം യുഗാദൗ ദത്താ ച ശക്തിരമലാ ഖലു ബാലനായ ത്രാതം ച സർവമഖിലം വിവശീകൃതോദ്യ യദ്രോചതേ തവ തഥാംബ കരോഷി മൂലം സൃഷ്ട്വാത്ര മാം ഭഗവതി പ്രവിനാശിതും ചേത് നേച്ഛാസ്തി തേ കുരുദയാം പരികൃത്യ മൗനം കസ്മാദിമൗ
പ്രകടിതൗ കില കാലരൂപൗ യദ്വാ ഭവാനി ഹസിതും നോ കിമിച്ഛസേനം യാതം മയാ തവ വിചേഷ്ടിതമദ്ഭുതം വൈ കൃത്വാ കിലം ജഗതിദം തപസേ സ്വതന്ത്ര ീനം കരോഷിത കലം കില മാം തഥൈവ ഹന്തും ത്വമിച്ഛസി ഭവാനി കിമത്ര ചിത്രം കാമം കുരുഷ്വധമദ്യമമൈവ മാതർദുഃഖം ന മേ മരണജ ജഗദംബികേത്ര കർത്താ ത്വയൈവ വിഹിത പ്രഥമം സജായം ദൈത്യാഗതോഥ മൃത ഇത്യയേശോ ഗരിഷ്ഠം ഉത്തിഷ്ഠ ദേവി ഗുരുരൂപവിഹാത്മതം ത്വം മാം വാത്വിമോജഗീതേച്ഛസി ബാലലീലേ നോ ചേൽ പ്രബോധയ ഹരിം നിഗലേതിമൗയ ത്വത്സാധ്യമേതദഖിലം കില കാര്യജാതം സൂത ഉവാച ഏവം സ്തുതാ തദാ ദേവീ താമസീ തത്ര വേദസാ നിസ്സൃത്യ ഹരിദേഹാത്തു സംസ്ഥിതാ പാർശ്വതസ്തദാ ത്യക്ത്വാംഗാനി ച സർവാണി വിഷ്ണോരതുരതേജസാ നിർഗതയോഗനിദ്രാസാ നാശായ ച തയോസ്തദാ വിസ്പന്ദിതശരീരോऽസൗ യദാ ജാതോ ജനാർദ്ദന ധാതാ പരമികാം പ്രാപ്തോ മുദം ദൃഷ്ട്വാ ഹരിം തവ. ഇത് ശ്രീദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ സപ്തമോऽധ്യായः. സർവത്ര ജഗദംബികായൈ നമഃ. ശ്രീമഹാദേവ്യൈ നമഃ. ബ്രഹ്മാവിൻ്റെ ഭഗവാന്റെ ചെവിയിൽ നിന്ന് കർണ ചടി ആണ് ലോകം മുഴുവൻ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ വീണപ്പോൾ അത് രണ്ട് അസുരന്മാരായി മാറിയതാണ്. അതാണ് മധു കൈടഭൻ എന്നീ രണ്ട് അസുരന്മാർ. അവരുടെ കഥയാണപ്പോൾ വർണ്ണിച്ച് കഴിയില്ല. അടുത്ത അധ്യായത്തിലൊക്കെ കൂടിയിട്ട് അത് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മധു കൈടഭന്മാർ ലോകം മുഴുവൻ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ എവിടുന്നാണ്ടായത്, നമ്മുടെ അമ്മ ആരാ, നമ്മുടെ അച്ഛനാരാ, ഇതൊക്കെ നിശ്ചയിക്കാണ്ട് അവർ ഈ വെള്ളം എവിടെയെങ്കിലും ഒന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ആധേയം ഉണ്ടല്ലോ, ഇതിന് ആധാരം ഏതാണ്, ഇത് ആധേയമായിട്ട് നിൽക്കണം, അപ്പോൾ അതിന് ആധാരം ഉണ്ടാവുമല്ലോ. ഇങ്ങനെയൊക്കെ അവർ ചിന്തിച്ചപ്പോൾ അവർക്ക് തോന്നി നമുക്കൊരമ്മ ഉണ്ടാവാണ്ട് വയ്യ. അപ്പോൾ അവർ ദേവിയെ സ്തുതിച്ചു എന്നാണ്. അപ്പോൾ വാഗ്ബീജം ആകാശത്തിൽ മുഴങ്ങി. ആ വാഗ്ബീജം ജപിച്ചുകൊണ്ട് അവർ ആ വെള്ളത്തിൽ അങ്ങനെ തപസ് ചെയ്യുന്നതാണ്. അപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ടു. ദേവി അവിടുന്ന് അവരോട് വരം എന്താ വെച്ചാൽ ചോദിച്ചോളാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മരണം ഞങ്ങൾ വിചാരിക്കുമ്പോൾ മാത്രമേ പാടുള്ളൂ, സ്വേച്ഛാമുക്തി, അപ്പോൾ ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാണ്. അങ്ങനെ അവർ ആ അഹങ്കാരം കൊണ്ട് അങ്ങനെ നടക്കുമ്പോൾ ആ വെള്ളത്തിലൊരു താമരപ്പൂവിൽ ബ്രഹ്മാവ് ഇരിക്കുന്നുണ്ട്. ഇതെന്താ ഒരു കേമായിട്ടുള്ളൊരു സിംഹാസനത്തിലൊരാൾ ഇങ്ങനെ ഇരിക്കണു. ചെന്ന് അടുത്തേക്കാണ് ചെന്നു. അപ്പം അങ്ങനെ പരിഭ്രമിച്ചു തറ ബ്രഹ്മാവ്. ഇത് എന്താ കണ്ടു, ഇങ്ങനൊരു സാധനത്തിനെ കണ്ടിട്ടില്ല. രണ്ട് അസുരന്മാർ അതിഭീകരന്മാർ. അവർ കണ്ണ് കണ്ടപ്പോൾ തന്നെ ബ്രഹ്മാവിനാകെ പേടിച്ചു കുറച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, ഇങ്ങനെ പേടിയാണെങ്കിൽ എന്തിനീ സിംഹാസനമൊക്കെ യുദ്ധത്തിന് പോവാ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ പേടിക്കണമെന്ന് വെച്ചപ്പോൾ നിന്നോട് യുദ്ധം ചെയ്യുക എങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് മെല്ലെ താമരയിൽ നിന്നാണ് ഇറങ്ങിയതാണ്. ഇറങ്ങിയിട്ട് വെള്ളത്തുകൂടെ നീതിയിട്ട് വിഷ്ണു ലോകത്തേക്കാണ്ട് ഓടിപ്പോയിന്നാണ്. അപ്പോൾ ഇവർ പിന്നാലെ ഓടി ബ്രഹ്മാവിനോട് യുദ്ധം ചെയ്യുക. അങ്ങനെ വിഷ്ണു ലോകത്ത് ചെന്നപ്പോൾ വിഷ്ണു ഉറങ്ങുക, യോഗനിദ്രയാണ്. അപ്പോൾ വേഗം വിഷ്ണുവിനെ സ്തുതിച്ചു, പക്ഷേ ഉണരണില്ല. അപ്പോൾ വല്ലാതെ പേടിയായി. ഇവരിപ്പോൾ വേഗം അടുത്തെത്തും ഈ മധുകൈടഭന്മാർ. അപ്പോൾ വലിയാടെ പേടിച്ചിട്ട് ദേവിയെ തന്നെ സ്തുതിച്ചു എന്നാണ്. അങ്ങനെ ദേവിയെ സ്തുതിച്ചതാണ് കഴിഞ്ഞ അധ്യായത്തിൽ വിസ്തരിച്ച് വർണ്ണിച്ചത്. വിഷ്ണു ഉണരണില്ല എന്ന് കണ്ടപ്പോൾ ആ ദേവിയുടെ മഹിമ ഓരോന്നും പറഞ്ഞിട്ട് സ്തുതിക്കുക. ദേവി അങ്ങാണ് എല്ലാറ്റിനും ശക്തി കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ദേവിയുടെ മഹത്വം ഓരോന്ന് വർണ്ണിച്ച് അവസാനം പറയുക, ദേവി ഒന്നുകിൽ ദേവി എന്നെ കൊല്ല. അതിനുള്ള പ്രമാണങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറയാൻ പോയി സമയം പോവും. ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ അങ്ങനെ മനസ്സിലായി പോകണം. ആ ബ്രഹ്മാവ് ദേവിയുടെ മഹത്വം സ്ഥാപിക്കുന്ന അനവധി ശ്ലോകങ്ങളുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ആ ദേവിയുടെ അവസാനം പറയണം, ദേവി ഒന്നുകിൽ എന്നെ കൊല്ല, എന്നാൽ എനിക്ക് പേടിച്ചിരിക്കേണ്ട ഗതികേടില്ലല്ലോ. അങ്ങാണ് എല്ലാം, ദേവിയാണ് എല്ലാം നടത്തുന്നത്. അപ്പോൾ ദേവി ഒന്നുകിൽ എന്നെ കൊല്ല, അല്ലെങ്കിൽ ഈ മൈസൂർവൈദികന്മാർ ഇതിൻ്റെ പിന്നാലെ വരണം, അവരെ കൊല്ല. അപ്പോൾ എനിക്ക് സമാധാനം വരും. ഇനി അതും അല്ല വെച്ചാൽ ദേവി വിഷ്ണുവിനെ ഉണർത്തിയാലും മതിയെന്ന്. വിഷ്ണു ഞങ്ങളുടെ കാര്യം നോക്കാതിരിക്കില്ല. അതുകൊണ്ട് വിഷ്ണുവിനെ ഉണർത്തു
ഇത് ഈ 3 കാര്യങ്ങൾ അല്ലാണ്ട് ഒരു നിവൃത്തിയില്ല. അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. ഇനി ഇതൊന്നും കേൾക്കാണ്ട് വേറെ എന്തെങ്കിലും ആ ദേവി ചെയ്യണമെന്ന് വെച്ചാലും ദേവിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ദേവി വിചാരിക്കണത് തന്നെ നടത്തുള്ളൂ. ഏതായാലും ഞാൻ സങ്കടത്തിൽ പെട്ടണു എന്ന് പറഞ്ഞ് തൊഴുത് നിൽക്കുമ്പോഴാണ് ദേവി അനുഗ്രഹിക്കണമെന്നുള്ളതൊക്കെയാണ്. ദേവിയുടെ അനുഗ്രഹം എങ്ങനെ വരണത് എന്നുള്ളത് പിന്നെ പറയുള്ളൂ. അടുത്ത അധ്യായത്തിൽ ആ ദേവിയുടെ മഹത്വം ത്രിമൂർത്തികളടക്കം പല 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 സന്ദർഭങ്ങളിലും ഈ ദേവിയെ ധ്യാനിച്ചിട്ടാണ് അവർക്കൊക്കെ ശക്തി കിട്ടിയിട്ടുള്ളത്. ആ ദേവിയുടെ മഹത്വം ഓരോ ശ്ലോകങ്ങളിലും അടുത്ത അധ്യായത്തിൽ 51 ശ്ലോകങ്ങളിൽ വിസ്തരിച്ചിട്ടാണ് ദേവിയുടെ മഹത്വം വർണ്ണിക്കുന്നത് എന്നാണ്. വേറൊന്നുമല്ല, ഇപ്പം കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ ബ്രഹ്മാവ് സ്തുതിച്ചപ്പോൾ ദേവിയുടെ മഹത്വം തന്നെ വർണ്ണിച്ചത്. അടുത്ത അധ്യായത്തിൽ അത് മാത്രമായിട്ടാണ്. ആ ഋഷികൾ ചോദിച്ചു ദേവിയുടെ വൈഭവം എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരൂ ഞങ്ങൾക്കെന്ന് പറഞ്ഞപ്പോൾ സൂതന അങ്ങോട്ട് വാചാലനായിട്ട് ദേവിയുടെ മഹത്വം വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് അഷ്ടമ 8ാമത്തെ അധ്യായത്തിൽ വന്നത്. ഓം മഹാദേവ്യേ നമഃ. അഥ അഷ്ടമോധ്യായ സന്ദേഹോത്ര മഹാഭാഗ കഥായാം തു മഹാത്ഭുത വേദശാസ്ത്ര പുരാണൈശ്ച നിശ്ചിതം തു സദാബുധൈഃ ബ്രഹ്മാ വിഷ്ണുശ്ച രുദ്രശ്ച ത്രയോ ദേവാഃ സനാതനാഃ നാദഃ പരതരം കിഞ്ചിൽ ബ്രഹ്മാണ്ഡേസ്മിൻ മഹാമതേ ബ്രഹ്മാ സൃജതി ലോകാൻ വൈ വിഷ്ണു പാത്യഖിലം ജഗത് രുദ്രഃ സംഹരതേ കാലേ ത്രയേതേത്ര കാരണം ഏകാമൂർത്തിസ്ത്രയോ ദേവ ബ്രഹ്മവിഷ്ണു മഹേശ്വരാഃ രജഃ സത്വതമോഭിശ്ച സംയുതാഃ കാര്യകാരകാഃ തേഷാം മധ്യേ ഹരിഃ ശ്രേഷ്ഠോ മാധവഃ പുരുഷോത്തമഃ ആദിദേവോ ജഗന്നാഥഃ സമർത്ഥഃ സർവകർമ്മസു നാന്യഃ കോപി സമർത്ഥോസ്തി വിഷ്ണോഃ അതുലതേജസ സ കഥം സ്ഥാപിതഃ സ്വാമി യുവശോ യോഗമായയ ക്വ കഥം തസ്യ വിജ്ഞാനം ജീവതശ്ചേഷ്ടിതം കുതഃ സന്ദേഹോയം മഹാഭാഗ കഥയസ്വ യഥാ ശുഭം കാ സാ ശക്തിഃ പുരാ പ്രോക്ത യാ വിഷ്ണുർജിതഃ പ്രഭുഃ കുതോ ജാതാ കഥം ശക്താ കാ ശക്തിർവദ സുവ്രത യസ്തു സർവേശ്വരോ വിഷ്ണു വാസുദേവോ ജഗദ്ഗുരുഃ പരമാത്മാ പരാനന്ദഃ സച്ചിദാനന്ദ വിഗ്രഹഃ സർവഭൃൽ സ്രഷ്ട വിരജഃ സർവഗഃ ശുചിഃ സ കഥം നിദ്രയാ നീതഃ പരതന്ത്രഃ പരാൽപരഃ ഏതാശ്ചര്യഭൂതോ ഹി സന്ദേഹോ നഃ പരന്തപ ചിന്തി ജ്ഞാനാസിനാസൂത വ്യാസശിഷ്യ മഹാമതേ. സൂത ഉവാച കഃ സന്ദേഹം ചിനത്യേനം ത്രൈലോക്യസ ചരാചരേ മുഖ്യന്തി മുനയഃ കാമം ബ്രഹ്മപുത്രാഃ സനാതനാഃ. നാരദഃ കപിലശ്ചൈവ പ്രശ്നേऽസ്മിൻ മുനിസത്തമാഃ കിം ബ്രവീമി മഹാഭാഗാഃ ദുർഘടേऽസ്മിൻ വിമർശനേ. ദേവേഷു വിഷ്ണുഃ കഥിതഃ സർവഗഃ സർവപാലകഃ യതോ വിരാടിതോ സർവമുൽപ്പന്നം സചരാചരം തേ സർവേ സംവാസന്തെ നത്വാ ദേവം പരാത്പരം നാരായണം ഋഷികേശം വാസുദേവം ജനാർദ്ദനം തഥാ കേചിൻ മഹാദേവം ശങ്കരം ശേഖരം ത്രിനേത്രം പഞ്ചവക്ത്രം ച ശൂലപാണിം വൃഷധ്വജം തഥാ വേദേഷു സർവേഷു ഗീതം നാംന ത്രിയംബകം കപർദിനം പഞ്ചവക്ത്രം ഗൗരീദേഹാർത്ഥധാരിണം കൈലാസവാസനിരതം സർവശക്തി സമന്വിതം ഭൂതവൃന്ദയുധം ദേവം ദക്ഷയജ്ഞവിഘാതകം തഥാ സൂര്യം വേദവിദഃ സായം പ്രാതർദിനേ ദിനേ മധ്യാഹ്നേതു മഹാഭാഗാഃ സ്തുവന്തി വിവിധൈഃ സ്തവൈഃ യഥാ വേദേഷു സർവേഷു സൂര്യോപാസനമുത്തമം പരമാത്മേതി വിഖ്യാതം നാമ തസ്യ മഹാത്മനഃ അഗ്നിഃ സർവത്ര വേദേഷു സംസ്തുതോ വേദവിത്തമൈഃ ഇന്ദ്രശ്ചാപി ത്രിലോകേശോ വരുണശ്ച തഥാപരഃ യഥാ ഗംഗാപ്രവാഹൈശ്ച ഭൂമിഃ പരിവർത്തതേ തദൈവ സർവദേവേഷു വിഷ്ണുഃ പ്രോക്തോ മഹർഷിഭിഃ. ത്രീണ്യേവ പ്രമാണാനി പഠിതാനി സുപണ്ഡിതൈഃ പ്രത്യക്ഷം ചാനുമാനം ച ശാബ്ദം ചൈവ തൃതീയകം ചത്വാരേവേതരേ പ്രാഹുഃ ഉപമാനയുതാനി ച അർത്ഥാപത്യുതാന്യന്യേ പഞ്ചപ്രാഹുഃ അഹം ധിയ പഞ്ചപ്രാഹുർമഹാധിയഃ സപ്തപൗരാണികാശ്ചൈവ പ്രവദന്തി മനീഷിണഃ ഏതൈഃ പ്രമാണൈഃ ദുർജ്ഞേയം യത് ബ്രഹ്മപരമോ ച തഥാ
വിതർക്കശ്ചാത്ര കർത്തവ്യോ ബുദ്ധ്യ ചൈവാഗമേന ച നിശ്ചയാത്മികയാ യുക്ത്യാ വിചാരിച്ച പുനഃ പുനഃ പ്രത്യക്ഷതസ്തു വിജ്ഞാനം ചിന്ത്യം മതിമതാം സദാ ദൃഷ്ടാന്തേനാപി സതതം ശിഷ്ടമാർഗാനുസാരിണ വിദ്വാംസോപി വദന്ത്യവം പുരാണൈഃ പരിഗീയതേ ഗൃഹീണേ സൃഷ്ടിശക്തിശ്ച ഹരോപാലനശക്തിത ഹരേ സംഹാരശക്തിശ്ച സൂര്യശക്തി പ്രകാശിക ധരാധരണശക്തിശ്ച ശേഷേ കൂർമ്മ തഥൈവ ച സാധ്യാശക്തി പരിണത സർവസ്മിൻ യാ പ്രതിഷ്ഠിത ദാഹശക്തിസ്തദാ വഹ്നൗ സമീരേ പ്രേരണാത്മിക ശിവോപി ശവതാം യാതി കുണ്ഡലിന്യാ വിവർജിതഃ ശക്തിഹീനസ്തു യഃ കശ്ചിത് അസമർത്ഥഃ സ്മൃതോ ബുധൈഃ ഏവം സർവത്ര ഭൂതേഷു സ്ഥാവരേഷു ചരേഷു ച ബ്രഹ്മാദിസ്തംഭ പര്യന്തം ബ്രഹ്മാണ്ഡേസ്മിൻ മഹാതപാഃ ശക്തിഹീനം തു നിന്ദ്യോ സ്യാത് വസ്തുമാത്രം ചരാചരം അശക്തഃ ശത്രുവിജയേ ഗമനേ ഭോജനേ തഥാ ഏവം സർവഗതാ ശക്തിഃ സാ ബ്രഹ്മേതി വിച്യതേ സ്വഭാസ്യവിധൈ സമ്യക് വിചാര്യ സുധിയാ സദാ വിഷ്ണോ ച സാത്വികീ ശക്തിഃ തയാ ഹീനോപ്യകർമ്മകൃതേ ഗൃഹിണേ രാജസീ ശക്തിഃ തയാ ഹീനോ ഹി അസൃഷ്ടികൃത ശിവേ ച താമസീ ശക്തിഃ തയാ സംഹാരകാരകഃ ഇത്യൂഹ്യം മനസാ സർവം വിചാരിച്ച പുനഃ പുനഃ ശക്തി കരോതി ബ്രഹ്മാണ്ഡം സാ വൈ പാലയതേഖിലം ഇച്ഛയാ സംഹരത്യേഷ ജഗദേതച്ചരാചരം ന വിഷ്ണുർന ഹരഃ ശക്തഃ ന ബ്രഹ്മാ ച പാവകഃ ന സൂര്യഃ വരുണഃ ശക്തഃ സ്വേ സ്വേ കാര്യേ കഥം ച ന തയാ യുക്താ ഹി കുർവന്തി സ്വാനി കാര്യാണി തേ സുരാः സൈവ കാരണകാര്യേഷു പ്രത്യക്ഷേണാവഗമ്യത്തെ സഗുണാ നിർഗുണാ സാധു ദ്വിതാ പ്രോക്താ മനീഷിഭിः സഗുണാ രാഗിഭിः സേവ്യ നിർഗുണാ തു വിരാഗിഭിः ധർമാർത്ഥകാം മോക്ഷാണാം സ്വാമിനീ സാ നിരാകുലാം ദദാതി വാഞ്ചിതാൻ കാമാൻ പൂജിതാ വിധിപൂർവകം ന ജാനന്തി ജനാമൂഢാഃ താം സദാ മായാവൃതാഃ ജാനന്തോപി നരാഃ കേചിത് മോഹയന്തി പരാനപി പണ്ഡിതാഃ സോദരാർത്ഥം വൈ പാഖണ്ഡാനി പൃഥക് പൃഥക് പ്രവർത്തയന്തി കലിന പ്രേരിതാമന്തചേതസ കലാവസ്മിൻ മഹാഭാഗ നാനാ ഭേദസമുത്ഥിതാഃ നാന്യയുഗേ തഥാ ധർമ്മ ഭേദഭാഗ്യാഃ കഥഞ്ചന വിഷ്ണുശ്ചരത്യസാ ഉഗ്രം തപോ വർഷാണ്യനേകശ ബ്രഹ്മാഹരസ്ത്രയോ ദേവ ധ്യായന്തഃ കമപി ധ്രുവം കാമയാനാഃ സദാ കാമം തേ ത്രയഃ സർവദൈവ ഹി യജന്തി യജ്ഞാൻ വിധിതാൻ ബ്രഹ്മവിഷ്ണുമഹേശ്വരാः തേ വൈ ശക്തിം പരാം ദേവീം ബ്രഹ്മാജ്ഞാം പരമാത്മികാം ധ്യായന്തി മനസാ നിത്യം നിത്യാം മത്വാ സനാതനീം തസ്മാത് ശക്തിഃ സദാ സേവ്യാ വിദ്വദ്ഭിः കൃതനിശ്ചയൈः നിശ്ചയः സർവശാസ്ത്രാണാം ജ്ഞാതവ്യോ മുനിസത്തമാः കൃഷ്ണാശ്രുതം മയാ ചേതത് തേന ജ്ഞാതം തു നാരദാത് പിതുഃ സകാശാത് തേനാപി ബ്രഹ്മണാ വിഷ്ണുവാക്യതഃ നാശ്രോതവ്യം ന മന്ത്രവ്യം അന്യേഷാം വചനം ബുധൈഃ ശക്തിരേവ സദാ സേവ്യ വിദ്വദ്ഭിः കൃതനിശ്ചയൈः പ്രത്യക്ഷമപി ദ്രഷ്ടവ്യം അശക്തസ്യ വിചേഷ്ടിതം അതഃ സർവേഷു ഭൂതേഷു ജ്ഞാതവ്യ ശക്തിരേവ ശ്രീ മഹാദേവ്യൈ നമഃ ഇതി ശ്രീദേവി ഭാഗവതി പ്രഥമസ്കന്ധേ അഷ്ടമോധ്യായഃ സർവത്ര ഗോവിന്ദനാമ ശ്രീകായൈ നമഃ ശ്രീ മഹാദേവ്യൈ നമഃ. അടുത്ത അധ്യായത്തിൽ ദേവിയുടെ കൃപ കൊണ്ടുതന്നെ ബ്രഹ്മാവിൻ്റെ ഈ സ്തുതിയൊക്കെ കേട്ട് സന്തോഷിച്ച ദേവി വിഷ്ണുവിനെ ഞാൻ ഉണർത്താമെന്നാണ് തീരുമാനിച്ചത്. ദേവിക്ക് എന്തും പറ്റും. ദേവിക്ക് തന്നെ നേരിട്ട് മധുകൈടവന്മാരെ വധിക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ദേവി തീരുമാനിച്ചത് വിഷ്ണുവിനെ ഉണർത്താനാണ്. അങ്ങനെ ബ്രഹ്മാവ് ഇങ്ങനെ സ്തുതിച്ചും കൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു ഒന്ന് അവിടെ ഇളകിയിരുന്നു. അപ്പം ഇളകി കോട്ടുവായിട്ടിട്ട് അവിടെ നിന്നാണ് എഴുന്നേറ്റു. ആ എഴുന്നേറ്റപ്പോൾ തന്നെ മധുകൈടവന്മാർ വന്നു. അവരായിട്ട് അധികം പേര് യുദ്ധം തുടങ്ങി. വിഷ്ണുവും കൂടി മല്ലയുദ്ധം തന്നെ. മധു യുദ്ധം ചെയ്യുമ്പോൾ കൈടവൻ നോക്കി ഇങ്ങനെ വിശ്രമിക്കുക. അത് കഴിഞ്ഞ് മധു തളർന്നു കഴിഞ്ഞാൽ കൈടവൻ വന്നിട്ട് യുദ്ധം ചെയ്യും. അപ്പം മധു തളർന്നിരുന്നു. അയാൾ സുഖമായിട്ട് അവിടെ വിശ്രമിക്കണം. അങ്ങനെ കൈടവൻ തളർന്നു കഴിഞ്ഞാൽ മധു യുദ്ധം ചെയ്യും. ഇങ്ങനെ വിഷ്ണുവിന് വിശ്രമിക്കാൻ നേരമില്ല. പക്ഷെ ഇവരിങ്ങനെ വിശ്രമിച്ചും കൊണ്ട്
അങ്ങനെ ആകാശത്ത് ബ്രഹ്മാവും ദേവി ഇങ്ങനെ നോക്കി നിൽക്കുകയാണെന്ന് ആ യുദ്ധത്തിൻ്റെ കേമത്തം. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേക്കും വിഷ്ണു തളർന്നിരിപ്പായിരുന്നത്. അദ്ദേഹത്തിന് ക്ഷീണിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ അതുവേടപ്പന്മാർ രണ്ടാളും കൂട്ടി ചാടി എഴുന്നേറ്റിട്ട്, അതേ തോൽവി സമ്മതിച്ചാൽ മതി, തോറ്റു വെച്ചാൽ തോറ്റു എന്ന് പറഞ്ഞാൽ മതി, നിന്നെ കൊന്നിട്ട് വേണം ഈ ബ്രഹ്മാവിനെയും കൂടി കൊല്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇളക്കിയപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതെ ചില നിയമങ്ങളൊക്കെ ഉണ്ട് യുദ്ധത്തിന്. അത് നിങ്ങൾക്കറിയില്ല എന്ന് ചോദിച്ചും കൊണ്ട് പ്രമാണം പറയുന്നു. ശ്രാന്തേ ഭീതേ ത്യക്ത ശസ്ത്രേ. അല്ലാണ്ട് ക്ഷീണിച്ച ആളോട് യുദ്ധം ചെയ്യാൻ പാടില്ല, പേടിച്ച ആളോട് യുദ്ധം ചെയ്യാൻ പാടില്ല, പിന്നെ ആയുധമില്ലാത്ത ആളോട് യുദ്ധം ചെയ്യാൻ പാടില്ല. പതിതേ ബാലകെ, പിന്നെ തന്നെ ആശ്രയിച്ച ആളോട് അയാളെ ഉപദ്രവിക്കാൻ പാടില്ല, കുട്ടികളെ ഉപദ്രവിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പല ശാസ്ത്രങ്ങളുണ്ട്. നിങ്ങൾ എന്താ അറിയാണ്ട് നിങ്ങളിങ്ങനെ വിശ്രമിച്ചിട്ടില്ലേ, ഞാനൊന്ന് വിശ്രമിക്കട്ടെ. അങ്ങനെ പറഞ്ഞു. ഒന്ന് വിശ്രമിച്ചു എന്നാണ്. വിശ്രമിച്ചപ്പോൾ ഒന്നിങ്ങനെ ധ്യാനിച്ചു നോക്കിയപ്പോഴാണ് ഇവർ സ്വേച്ഛാമൃത്യുക്കാരാണ്, അപ്പം ഇവരെ കൊല്ലാൻ പറ്റില്ല. അവർ വേണം, അവർ മരിക്കണം എന്ന് വിചാരിച്ചാലേ അവർ ആവുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യാത്ത, ദേവി കൊടുത്ത വരാ. അപ്പം ഞാനോ ഉറങ്ങിപ്പോയി. അപ്പം ആ ദേവി തന്നെ ഇതിനൊക്കെ ശക്തി, അതിനൊരു വഴി ദേവി തന്നെ കാണിച്ചു തരും എന്ന് വിചാരിച്ചാൽ ദേവി അങ്ങനെ സ്തുതിച്ചു എന്നാണ്. നോക്കുമ്പോൾ ആകാശത്ത് പുഞ്ചിരിച്ചും കൊണ്ട് നിൽക്കണു ദേവി. ദേവി അവിടുന്ന് അനുഗ്രഹിച്ചു വിഷ്ണുവിനെ, അങ്ങ് യുദ്ധം ചെയ്തോളൂ, ഇനിയും ഞാൻ വഴി ഉണ്ടാക്കി തരാമെന്നാണ്. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണുവിനോട് നോക്കിയിട്ട് ഇവരുടെ ഈ മധുകൈടവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു മായാപ്രയോഗം നടത്തി ദേവി. അപ്പോൾ അവർക്ക് എന്തോ ഒരു പരിഭ്രമം തോന്നി. എന്തോ വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കിയിട്ടും നോക്കി. ആ ഒരു ദർശനം കൊണ്ട് തന്നെ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് തോന്നിച്ചു. പെട്ടെന്ന് വിഷ്ണു ഭഗവാൻ തോറ്റിട്ട് കൈ കൂപ്പിന്ന്, തോറ്റിട്ടല്ല ജയിച്ചിട്ട്, ഞാൻ ജയിച്ചു എന്നുള്ള നാട്യത്തിൽ തന്നെ നിങ്ങൾ മിടുക്കന്മാരായിട്ടുണ്ട്, നിങ്ങൾ എന്നോട് എന്ത് വരം വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് വരം തരാമെന്ന് പറഞ്ഞു വിഷ്ണു. അതിൽ പെരുക്കം കിട്ട ദേഷ്യം വന്നു. ഞങ്ങളാ ജയിച്ച് നിൽക്കണം, അപ്പം നീ ഞങ്ങൾക്ക് വരം തരേ? അങ്ങനെ പറ്റില്ല, ഞങ്ങൾ നിനക്ക് വരം തരാം, നീ വരം ചോദിച്ചോളൂ. അപ്പോൾ വിഷ്ണു പറഞ്ഞു, എന്നാൽ ശരി, അങ്ങനെയാവാ, എനിക്ക് വധ്യരാവണം നിങ്ങൾ രണ്ടാളും, അത് മതി എന്ന് പറഞ്ഞു. അപ്പം എന്നെക്കൊണ്ട് നിങ്ങൾ കൊല്ലണം, നിങ്ങൾ ചാവണം എന്ന്. അപ്പം അവർ പെട്ടു, ഇത് വേണ്ടായിരുന്നില്ല എന്നായി. അങ്ങനെ പറ്റില്ല, എനിക്ക് വരം തരാമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അപ്പോൾ വരം തന്നോളൂ പറഞ്ഞു. അപ്പം അങ്ങനെ ഇടവന്മാർ നിർത്തിയില്ലാണ്ട്, എന്നാൽ എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ നീ ഞങ്ങളെ കൊല്ലണം, എവിടെ വെച്ചാൽ വെച്ച് കൊന്നോ, വെള്ളത്തിൽ കൊല്ലരുത്, വെള്ളത്തിൽ വെച്ചാവരുത്. അപ്പോൾ ഭഗവാൻ തൊടങ്ങട് വലുതാക്കി, തൊട വലുതാക്കിയിട്ട് ഈ തൊടയമ്പിൽ നിങ്ങളുടെ തല വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ശിരസ്സും വലുതാക്കി, അത് ഭഗവാൻ തൊടയും വലുതാക്കി. അങ്ങനെ മത്സരിച്ച് അവസാനം അതിലും മധുകൈടവന്മാർ തോറ്റ് അവസാനം ആ തൊടയമ്പിൽ അവർ തൈ വെച്ചപ്പോൾ സുദർശന ചക്രം കൊണ്ട് അവരുടെ രണ്ടാളിനെയും ശിരസ് മുറിച്ച് നിഗ്രഹിച്ചു. അങ്ങനെ അവരിൽ നിന്ന് ശരീരത്തിൽ നിന്ന് വന്ന മേധസ് വെള്ളത്തിൽ അങ്ങോട്ട് ഒഴുകി ഭൂമിയിൽ അങ്ങോട്ട് പരന്നു എന്നാണ്. അപ്പം അതുവരെ ഭൂമി തിന്നാൻ കൊള്ളുന്ന സാധനമായിരുന്നു അത്ര ഈ മണ്ണ് എന്ന് പറയുന്നത്. പിന്നീട് ഈ ഇവരുടെ മേധസ് വന്നതോടുകൂടിയാണ് അത് തിന്നാൻ പറ്റാണ്ട് ഏത് മണ്ണ് തിന്നാൻ പറ്റാണ്ട് ഏത് അങ്ങനെയാണ്. എന്നാൽ തന്നെ കുട്ടികൾ മണ്ണെടുത്ത് തിന്നണത് അതിൻ്റെ വൈഭവം കൊണ്ടാണ്. ആ മണ്ണിൻ്റെ വൈഭവം അവർക്കറിയാം. ആ മേധസ് ഇല്ലാണ്ട് അതിൻ്റെ സ്വാദ് അവർ മനസ്സിലാക്കി കഴിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഭൂമിയുടെ അവസ്ഥ മധുകൈടവന്മാരുടെ മൃത്യു അതൊക്കെ വർണ്ണിച്ചിട്ടാണ്. അത് നമോധ്യായ സൂതവാച യഥാ വിഗദ്ഗതാ നിദ്രാ ദേഹാത് തസ്യ ജഗദ്ഗുരോഃ നേത്രാസ്യ നാസികാ ബാഹുഃ ഗതയേഭ്യഃ തമോരസാ വിസൃത്യ ഗഗനേ തത്സൗ താമസീ ശക്തിഃ ഉത്തമ ഉദതിഷ്ഠജഗന്നാഥോ ജൃംഭമാണഃ പുനഃ പുനഃ തഥാ പശ്യൽ സ്ഥിതം തത്ര ഭയത്രസ്തം പ്രജാപതി ഉവാച മഹാതേജ മേഘഗംഭീരയാ ഗിര വിഷ്ണുരുവാച കിമാഗതോസി ഭഗവസ്തപസ്ത്യക്ത്വാത്ര പത്മജ കസ്മാൽ ചിന്താതുരോസി ഭയാകുലിതമാനസ ബ്രഹ്മോവാച ത്വൽകർണമലജോ ദേവ ദൈത്യൗ ച മധുകൈടവം ഹന്തും മാം സംവായാതു ഘോരരൂപോ മഹാബലു മയാത്തയോഃ സമായാതഃ ത്വസമീപം ജഗത്പദേ ത്രാഹി മാം വാസുദേവാദ്യ ഭയത്രസ്തം വിജേതരം വിഷ്ണുരുവാച തിഷ്ഠാദ്യ നിർഭയോ ജാതഃ തൗ ഹരിഷ്യാമി അഹം കില യുദ്ധായ ജഗ്മധു മൂഢൗ മത്സമീപം ഗതായുഷു സൂത ഉവാച ഏവം വദതി വേദേ വേദാശേ ദാനഭൂതോ മഹാബലോ വിചിന്വാനാവ്രജം ചോഭോ സംപ്രാപ്തോ മദഗർവിതൗ നിരാധാരോ ജലേ തത്ര സംസ്ഥിതോ വിഗതജ്വരൗ
മധോന്മത്തോ ബ്രഹ്മാണ്ഡം മുനിസത്തമാഃ പലായിത്വാ സമായാതാഃ സന്നിധാവസ്യ കിം തതഃ യുദ്ധം കുരു ഹനിഷ്യാവഃ പശ്യതോസ്യൈവ സന്നിധൗ പശ്ചാദേനം ഹരിഷ്യാവഃ സർപ്പഭോഗോപരിസ്ഥിതം ത്വമദ്യ കുരു സംഗ്രാമം ദാസോസ്മീതി ച വാവക. തച്ഛ്രുത്വാ വചനം വിഷ്ണുഃ താ ഉവാച ജനാർദ്ദനഃ കുരുതാം സമരം കാമം മയാ ദാനപുംഗവോ ഹരിഷ്യാമി വദം ചാഹം വിയോർത്തയോഃ യുവയോഃ മത്തയോഃ കില ആഗച്ഛേത മഹാഭാഗോ ശ്രദ്ധാ ചേദ്വാം മഹാബലോ. ശ്രുത്വാ തദ്വചനം ച ഉഭൗ ക്രോധവ്യാകുലലോചനോ നിരാധാരോ ജലസ്ഥൗ ച യുദ്ധോത്യുക്തോ ബബോധുഃ മധുശ്ച കുപിതസ്തത്ര ഹരിണാ സഹ സംയുഗം കർത്തും പ്രചലിതസ്തൂർണം ഗൈഡഭസ്തു തഥാ സ്ഥിതഃ. ബാഹ്യുദ്ധം തയോരാസീത് മല്ലയോരിവ മത്തയോഃ ശ്രാന്തേ മധോ കൈഡഭസ്തു സംഗ്രാമകരോത്തത പുനർമധു കൈഡഭശ്ച യുധാദയ പുനഃ പുനഃ ബാഹുയുദ്ധേന രാഗാന്ധൗ വിഷ്ണുനാ പ്രഭു വിഷ്ണുനാ പ്രേക്ഷകസ്തു തഥാ ബ്രഹ്മാദേവി ചൈവ അന്തരീക്ഷക നമമ്ലതുസ്തദാ തൗതു വിഷ്ണുസ്തു മ്ലാനിം ആപ്തവാൻ. പഞ്ചവർഷസഹസ്രാണി യഥാ ജാതാനി യുധ്യത ഹരിണാ ചിന്തിതം തത്ര കാരണം മരണേ തയോഃ പഞ്ചവർഷസഹസ്രാണി മയാ യുദ്ധം കൃതം കില ശ്രാന്തോ ദാനവോ ഘോരോ ശ്രാന്തോഹം ചൈതദത്ഭുതം ത്വകഥം മേ ബലം ശൗര്യം കസ്മാച്ചേമാവനാമയോ കിമത്ര കാരണം ചിന്യം വിചാരി മനസാത്തിഹ ഇതി ചിന്താപരം ദൃഷ്ടാ ഹരിം ഹർഷപരാഭോ ഊജദുസ്തൗ മധോന്മത്തോ മേഘഗംഭീരധിസ്വനോ തവ നോ ചേൽ ബലം വിഷ്ണോ ഇതി ശ്രാന്തോസി യുദ്ധതഃ ബ്രൂഹി ദാസോസ്തി വാ നൂനം കൃത്വാ ശിരശ്ചാഞ്ജലിം നോ ചേൽ യുദ്ധം കുരുഷ്വാദ്യ സമർത്ഥോസി മഹാമതേ ഹത്വാ ത്വാം നിഹരിഷ്യാവഃ പുരുഷം ച ചതുർമുഖം. സുപ്ത്വാ തദ്ഭാഷിതം വിഷ്ണുഃ തയോഃ തസ്മിൻ മഹോദധൗ ഉവാച വചനം ശ്ലക്ഷ്ണം സാമപൂർവം മഹാമനാഃ. ഹരിരുവാച ശ്രാന്തേ ഭീതേ ത്യക്തശസ്ത്രേ പതിതേ ബാലകേ തഥാ പ്രഹരന്തി ന വീരാഃ തേ ധർമ്മ ഏഷ സനാതനഃ. പഞ്ചവർഷസഹസ്രാണി കൃതം യുദ്ധം മയാത്യഃ ഏകോഹം ഭ്രാതരോ വാം ച ബലിനൗ സദൃശൗ തഥാ കൃതം വിശ്രമണം ബന്ധീ യുവാഭ്യാം ച പുനഃ പുനഃ തഥാ വിശ്രമണം കൃത്വാ യുദ്ധേഹം നാസ്ത സംശയഃ. തിഷ്ഠതാ ഹി യുവാം താവത് ബലവന്തോ മധുൽക്കടൗ വിശ്രമ്യാഹം കരിഷ്യാമി യുദ്ധം വാ ന്യായമാർഗതഃ. സൂത ഉവാച ഇതി ശ്രുത്വാ വചസ്തസ്യ വിസ്തൃപ്തോ ദാനവോത്തമോ സംസ്ഥിതൗ ദൂരതസ്തത്ര സംഗ്രാമേ കൃതനിശ്ചയോ അതിദൂരേ ച തൗ ദൃഷ്ട്വാ വാസുദേവശ്ചതുർഭുജഃ ദധ്യൗ ച മനസാ തത്ര കാരണം മരണേ തയോഃ ചിന്തനാദ് ജ്ഞാനമുൽപ്പന്നം ദേവീ ദത്താവരാഭോ കാമം വാഞ്ചിതമരണോ ന മമ്ളാതുരതസ്തിമോ വൃഥാ മയാ കൃതം യുദ്ധം ശ്രമോയം മേ വൃഥാ ഗതഃ കരോമി ച കഥം യുദ്ധമേവം ജ്ഞാത്വാ വിനിശ്ചയം. അകൃതേ ച തഥാ യുദ്ധേ കഥാമേതൗ ഗമിഷ്യതഃ വിനാശം ദുഃഖദൗ നിത്യം ദാനൗ വരദർപ്പിതൗ ഭഗവത്യാവരോ ദത്തഃ ത്വയാസോപി ച ദുർഘടഃ മരണം ചേച്ഛയാ കാമം ദുഃഖിതോപി ന വാഞ്ഛതി രോഗഗ്രസ്തോപി ദീനോപി ന മുമൂർഷതി കശ്ചന കഥം ചേമോ മധോന്മത്തോ മർത്തുകാമോ ഭവിഷ്യതഃ നമ്പദ്യ ശരണം യാമി വിദ്യാം ശക്തിം സുകാമദ വിനാ തയാ ന സിദ്ധ്യന്തി കാമാഃ സമ്യക് പ്രസന്നയാ ഏവം സഞ്ചിന്യ മനസഃ തു ഗഗനേ സംസ്ഥിതാം ശിവാം അപശ്യത് ഭഗവാൻ വിഷ്ണു യോഗനിദ്രാം മനോഹര കൃതാഞ്ജലിരമേയാത്മാ താം ച ദുഷ്ടാവ യോഗവിത്ത് വിനാശായ തയോസ്തത്ര വരദാ ഭുവനേശ്വരീം. വിഷ്ണുരുവാച നമോ ദേവി മഹാമായേ സൃഷ്ടി സംഹാരകാരിണി അനാദിധരേ ചണ്ഡി ഭുക്തിമുക്തിപ്രദേ ശിവേ നദേ രൂപം വിജാനാമി സഗുണം നിർഗുണം തഥാ ചരിത്രാണി കുതോ ദേവി സംഖ്യാതീതാനി യാനി തേ അനുഭൂതോ മയാ തേദ്യ പ്രഭാവശ്ചാതി ദുർഘടഃ യഥം നിദ്രയാലീനഃ സഞ്ജാതോസ്മി വിചേതനഃ ബ്രഹ്മണാ ച അതിയത്നേന ബോധിതോപി പുനഃ പുനഃ ന പ്രബുദ്ധഃ സർവഥാഹം സങ്കോചിതഷഡിന്ദ്രിയഃ അചേതനത്വം സംപ്രാപ്തഃ പ്രഭാവാത്തവ ചാംബികേ ത്വയാ മുക്തഃ പ്രബുദ്ധോഹം യുദ്ധം ച ബഹുധാ കൃതം
ശ്രാന്തോഹം ച തൗ ശ്രാന്തൗ ത്വയാ ദത്തവരൗ ബ്രഹ്മാണം ഹന്തുമായാദൗ ദാനവും മതകൃവിതൗ ആഹൂതൗ ച മയാ കാമം ദ്വന്ദ്വയുദ്ധായ മാനതേ കൃതം യുദ്ധം മഹാഘോരം മയാ താഭ്യാം മഹാർണവേ മരണം വരദാനം തേതോ ജ്ഞാതം മഹാത്ഭുതം ജ്ഞാത്വാഹം ശരണം പ്രാപ്തഃ ത്വാം അത്യശരണപ്രദാം സാഹായ്യം കുരു മേ മാതഃ ഖിന്നോഹം യുദ്ധകർമ്മണ ധൃപ്തൗ തവ വരദാനേന തവ ദേവാർത്തിനാശനേ ഹന്തും മാം ഉദ്ധൃതാ ഹന്തും മാം ഉദ്ധ്യതാദൗ പാപോ കിം കരോമി ക്വ കയാമി ച ഇത്യുക്താ സാ തഥാ ദേവി സ്മിതപൂർവം ഉവാചഃ. പ്രണമന്തം ജഗന്നാഥം വാസുദേവം സനാതനം ദേവദേവ ഹരേ വിഷ്ണു കുരു യുദ്ധം പുനഃ സ്വയം വഞ്ചയിത്വാ ശൂരൗ ഹന്തവ്യോ ച വിമോഹിതൗ മോഹിഷ്യാമി അഹം മൂലം ദാനവോപക്രയാദിശ ജഹി നാരായണാശുത്വം മമ മായാവിമോഹിതൗ തച്ഛ്രുത്വാ വചനം വിഷ്ണു തസ്യാഹ പ്രീതിരസാന്വിതം സംഗ്രാമസ്ഥലമാസാദ്യ തസ്ഥൗ തത്ര മഹാർണവേ തഥാ യാതൗ ച തൗ വീരോ യുദ്ധകാമോ മഹാബലൗ വീക്ഷ്യ വിഷ്ണു സ്ഥിതമോ തത്ര ഹർഷയുക്തൗ ബഭൂവതുഃ തിഷ്ഠ തിഷ്ഠ മഹാകായ കുരു യുദ്ധം ചതുർഭുജ ദൈവാധീനൗ ഇതിത്വാദ്യ ഊനം ജയപരാജയോ സബലോ ജയമാപ്നോതി ദൈവാജ്ജയ ദുർബലഃ സർവദൈവ ന കർത്തവ്യോ ഹർഷശോകോ മഹാത്മന പുരാ വൈ ബഹവോ ദൈത്യ ജിതാ ദാനവൈരിണ അധുനാ ജാനയോഃ സാർദ്ധം യുദ്ധമാനഃ പരാജിതഃ സൂത ഉവാച ഇത്യുക്ത്വാദോ മഹാബാഹു യുദ്ധായ സുപസ്ഥിതോ വീക്ഷ്യ വിഷ്ണു ജഘാനാശു മുഷ്ടിനാ അത്ഭുതകർമ്മണ താവപ്യതിബലോന്മത്തോ ജഗ്ദുർമുഷ്ടിനാ ഹരി ഏവം പരസ്പരം ജാതം യുദ്ധം പരമദാരുണം യുധ്യമാനോ മഹാവീര്യോ ദൃഷ്ട്വാ നാരായണസ്തദാ അവശ്യൽ സമ്മുഖം ദേവ്യാഃ കൃത്വാ ദീനാം ദൃശം ഹരി തം വീക്ഷ്യ താദൃശം വിഷ്ണും കരുണാരസസംയുതം ജഹാസാതീവ താമ്രാക്ഷി വീക്ഷമാണാ തദാസുരൗ തൗ ജഘാന കടാക്ഷൈശ്ച കാപവാണൈരിവാപരൈഃ മന്ദസ്മിതയുതൈഃ കാമം പ്രേമഭാവയുതൈരനു ദൃഷ്ട്വാ മുഹുതുഃ പാപോ ദേവ്യാ വക്രം വിലോകേന വിശേഷമിതി മന്വാനോ കാമബാണാതിപീഡിതോ വീക്ഷ്യമാണോ സ്ഥിതോ തത്ര താം ദേവീം വിശദപ്രഭാം ഹരിണാപി ച തദ്ദൃഷ്ടം ദേവ്യാസ്തത്ര ചികീർഷിതം മോഹിതൗതോ പരിജ്ഞായ ഭഗവാൻ കാര്യ വിത്തമഃ ഉവാച തൗ ഹസംശ്ലക്ഷണം മേഘഗംഭീരയാ ഗിര വരം വരേതാം വീരോ വിയോർയോഭിവാഞ്ചിതഃ ദദാമി പരമപ്രീതോ യുദ്ധേന യുവയോഃ കില ദാനവാ ബഹവോ ദൃഷ്ട യുധ്യമാനാ മയാ പുരാ ഇവയോഃ സദൃശാ കോപി ന ദൃഷ്ടോ ന വൈ ശ്രുതഃ തസ്മാത് തുഷ്ടോസ്മി കാമം വൈ നിസ്തുലേന ബലേന ച പ്രാത്രോശ്ച വാഞ്ചിതം കാമം പ്രയച്ഛാമി മഹാബലൗ തച്ഛ്രുത്വാ വചനം വിഷ്ണോഃ സാഭിമാനോ സ്മരാതുരൗ വീക്ഷമാണോ മഹാമായാം ജഗദാനന്ദകാരിണീം തം മുജതുശ്ച കാമാർത്തൗ വിഷ്ണും കമലലോചനം ഹരേ നയാചകാവാം ത്വം കിം ദാതുമിഹേച്ഛസി ദദാവതുഭ്യം ദേവേശ ദാതാരൗ നീ ന യാചകാവു പ്രാർത്ഥയത്വം ശ്രീകേശ മനോഭിലിഷിതം വരം തുഷ്ടൗ സ്വസ്തവ യുദ്ധേന വാസുദേവാത്ഭുതേന ച തയോസ്തത്വജനം ശ്രുത്വാ പ്രത്യുവാച ജനാർദ്ദനഃ തവേതാം അദ്യമേ ദുഷ്ടോ മമ വൃദ്ധാവുഭാവപി സൂത ഉവാച തച്ഛ്രുത്വാ വചനം വിഷ്ണോഃ ദാനവോചാതി വിസ്മിതൗ വഞ്ചിതാ ഇതി മന്വാനോ തസ്തതോ ശോകസംയുതോ വിചാരി മനസാദൗ ദാനവോ വിഷ്ണു ചതുഃ പ്രേക്ഷ്യ സർവം ജലമയം ഭൂമിം സ്ഥലവിവർജിതാം ഹരേ യോയം വരോ ദത്തസ്ത്വയാ പൂർവം ജനാർദ്ദന സത്യവാഗസി ദേവേശ ദേഹി തം വാഞ്ചിതം വരം നിർജ്ജലേ വിപുലേ ദേശേ ഹനസ്വ മധുസൂദന വധ്യാവാം തു ഭവതഃ സത്യവാഗ്ഭവ മാധവഃ സ്മൃത്വാ ചക്രം തഥാ വിഷ്ണുഃ താ ഉവാച ഹസൻ ഹരിഃ